2022 ഫെബ്രുവരിയിലായിരുന്നു ലോകത്തെ നടുക്കിക്കൊണ്ട് അയൽരാജ്യമായ റഷ്യയിൽ യുക്രൈനിൽ റഷ്യ അധിനിവേശം ആരംഭിച്ചത്. പിന്നീടുണ്ടായ സംഘർഷം ലോക മനസാക്ഷി ഞെട്ടിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ പുറത്താക്കി തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടം, അതുവഴി യുക്രൈന്റെ നിയന്ത്രണം പൂർണ്ണമായും വരുതിയിലാക്കുക, കീവ് ലക്ഷ്യമാക്കി റഷ്യൻ സൈന്യത്തെ നീങ്ങാൻ പ്രേരിപ്പിച്ച കാരണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ യുക്രൈൻ സൈന്യവും സാധാരണക്കാരായ ജനങ്ങളും ചേർന്ന് റഷ്യക്കെതിരെ പടപൊരുതി. ലോകത്തിൽ ശക്തരെന്ന് കരുതിയ റഷ്യ അവിടെ പകച്ചുപോകുന്ന കാഴ്ചയും ലോകം കണ്ടു. പലപ്പോഴും തിരിച്ചടികൾ നേരിട്ടെങ്കിലും റഷ്യൻ സൈന്യം ഇപ്പോഴും യുക്രൈനിൽ തുടർന്ന് യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ ഇപ്പോഴിതാ യുക്രൈനിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ലോകത്തിന് തന്നെ ആശ്വാസം നൽകിയേക്കും. റഷ്യയുമായുള്ള യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്നതിനെക്കുറിച്ച് ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഇപ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ പൊതു ചർച്ചകളൊന്നും നടക്കുന്നില്ല. സെലൻസ്കിയുടേത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും പരസ്യ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി സമാധാനപരമായ ഒത്തുതീർപ്പിന്റെ കാര്യത്തിൽ ഇരുപക്ഷവും എന്നത്തെയും പോലെ അകലുകയാണ്. ഈ മാസം ആദ്യം സ്വിറ്റ്സർലൻഡിൽ സെലൻസ്കി ഒരു അന്താരാഷ്ട്ര ഉച്ചകോടി നടത്തിയിരുന്നില്ല. റഷ്യയെ ക്ഷണിക്കാതെ നടത്തിയ ഈ ഉച്ചകോടിയിൽ യുക്രൈന്റെ നിലപാടിനെ പിന്തുണ നേടുകയാണ് ലക്ഷ്യം. ഇപ്പോൾ സെലൻസ്കി നടത്തിയ പ്രസ്താവനയും ലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ലോകത്തിന്റെ ഭൂരിഭാഗവും ഞങ്ങളെ പിന്തുണയ്ക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടത് ഞങ്ങൾക്ക് വളരെ പ്രധാനമാണെന്നും അങ്ങനെയൊരു നയതന്ത്ര പാതയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും സെലൻസ്കി പറഞ്ഞു. സ്ലൊവേനിയൻ പ്രസിഡന്റ് നതാസ പിർക് മുസാഹിനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലാണ് സെലൻസ്കി ലോകത്തോട് ഇക്കാര്യം വിളിച്ചു പറഞ്ഞത്. അന്ന് സ്വിറ്റ്സർലൻഡിൽ സെലൻസ്കിയുടെ നേതൃത്വത്തിൽ നടന്ന ദ്വിദിന ഉച്ചകോടിയിൽ 90-ലധികം രാജ്യങ്ങൾ അവരുടെ നേതാക്കളെയും മുതിർന്ന ഉദ്യോഗസ്ഥരെ പറഞ്ഞയച്ചിരുന്നു. ഉച്ചകോടിയിൽ പങ്കെടുത്ത ഭൂരിഭാഗം രാജ്യങ്ങളും യുക്രൈന്റെ പ്രാദേശിക സമഗ്രത മാനിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞിരുന്നു. എന്നാൽ ഉച്ചകോടിയിൽ പങ്കെടുത്ത ഇന്ത്യയെ പോലെ ചില പ്രധാന രാജ്യങ്ങൾ സമ്മതിച്ചില്ല. കൂടാതെ റഷ്യയുടെ സഖ്യകക്ഷികളായ ചൈനയെ പോലെയുള്ള മറ്റു ചില രാജ്യങ്ങൾ റഷ്യ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഉച്ചകോടി ബഹിഷ്കരിച്ചു. സമാധാന ചർച്ചകൾ ആരംഭിച്ചതിന് മുമ്പ് 2014 മോസ്കോ പിടിച്ചെടുത്ത ക്രിമിയ പെനിൻസുല ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ള പ്രദേശത്ത് നിന്ന് റഷ്യ സൈന്യത്തെ പിൻവലിക്കണമെന്ന് യുക്രൈൻ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ വെള്ളിയാഴ്ച മറ്റൊരു ചെറിയ പ്രധാനപ്പെട്ട ഗ്രാമം പിടിച്ചെടുത്തതായി അവകാശപ്പെട്ട് റഷ്യയുടെ സൈന്യം യുദ്ധക്കളത്തിൽ പതുക്കെ മുന്നേറുകയാണ്. യുക്രൈന്റെ 5-1 ഭാഗവും കൈവശപ്പെടുത്തിയെന്ന് അവകാശപ്പെടുകയാണ് റഷ്യ. സോവിയറ്റ് യൂണിയന്റെ പതനശേഷം അതിന്റെ പിന്തുടർച്ചക്കാരായി വന്ന റഷ്യ തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് യുക്രൈനെതിരായി നടത്തിയ ഏകപക്ഷീയമായ സൈനിക നീക്കമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. തങ്ങളുടെ സ്വാധീന വലയത്തിൽ നിന്ന് പുറത്തു കടന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ യുക്രൈൻ തീരുമാനിച്ചതും നാറ്റോ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവയിൽ അംഗത്വം നേടാനായി അവർ നടത്തിയ നീക്കങ്ങളുമാണ് യുക്രൈനെ ആക്രമിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചത്. 2014 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച റഷ്യൻ അനുകൂലിയായ വിക്ടർ യാനുകോവിച്ചിനെതിരായി യുക്രൈനിൽ നടന്ന പ്രക്ഷോഭങ്ങളും അതിന് പാശ്ചാത്യ ശക്തികൾ നൽകിയ പിന്തുണയുമാണ് റഷ്യ യുക്രൈൻ ബന്ധം വഷളാവാൻ പ്രധാന കാരണമായത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.